നമസ്കാരം, ഞാൻ രജിന്ദാസ് എം.എസ്. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് തൃഷ്ടുപ്പ് മന്ത്രത്തെക്കുറിച്ചാണ്. ശത്രു സംഹാരത്തിനും ആപത്തുകൾ അകലാനും ദുരിതശമനത്തിനുമാണ് ഈ മന്ത്രം ഉപയോഗിച്ചു വരുന്നത്. ഈ മന്ത്രം പഞ്ചദുർഗാ സൂക്തത്തിലെ ഒരു മന്ത്രമാണ്. ഈ മന്ത്രം പതിവായി ഉപാസിച്ചു വന്നാൽ ഏത് ആപത്തിനെയും തരണം ചെയ്യാവുന്നതാണ്. ഉണങ്ങിയ വസ്തുക്കളെ ദഹിപ്പിക്കുവാൻ അഗ്നിക്കുള്ള ശക്തി പോലെ ശത്രു സംഹാരം ചെയ്യാൻ തൃഷ്ടുപ്പ് മന്ത്രത്തിന് അതീവ ശക്തിയുണ്ട്. പണ്ടുകാലത്ത് മഹാരാജാക്കന്മാർ ആഗ്നേയാസ്ത്രം ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്തത് പ്രസിദ്ധമാണല്ലോ. ആഗ്നേയാസ്ത്രത്തിന് ദിവ്യത്വവും അജയ്യവുമായ ശക്തി സിദ്ധിച്ചത് ഈ തൃഷ്ടുപ്പ് മന്ത്രം ജപിച്ച് പ്രയോഗിച്ചിട്ടാകുന്നു. ശത്രു സംഹാരത്തിനായി വളരെ സാത്വികമായി ഇത് ഉപയോഗിക്കാം. അതിൻ്റെ ഏറ്റവും ലളിതമായ ഒരു വിധി ഞാൻ പങ്കുവയ്ക്കാം. കുളിച്ച് ശുദ്ധമായി വന്ന് ഭദ്രകാളി ദേവിയെ നന്നായി മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങൾക്കെതിരെ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തി ഉപദ്രവിക്കുന്നവരുടെ ആ ശത്രുതാ മനോഭാവം മാറ്റിത്തരണേ എന്ന് ദേവിയോട് നന്നായി പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ബാധാമൂർത്തികൾ ശത്രുവിനാൽ പ്രേരിതമായി നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാധാദോഷങ്ങളും എവിടെ നിന്നാണോ വന്നത് അതേ ദിക്കിലേക്ക് തന്നെ തിരികെ പോണേയെന്ന് ഭഗവതിയോട് നന്നായി പ്രാർത്ഥിക്കുക. ശേഷം തൃഷ്ടുപ്പ് മന്ത്രം ഭക്തിയോടുകൂടി കേൾക്കുക. തൃഷ്ടുപ്പ് മന്ത്രം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വൈദിക മന്ത്രം, അതായത് ഒരു വേദമന്ത്രമായതുകൊണ്ട് അതിൽ ജപിക്കുമ്പോൾ സ്വരസ്ഥാനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിധിപ്രകാരം തൃഷ്ടുപ്പ് മന്ത്രം ജപിച്ച ഓഡിയോ നമ്മൾ കേട്ട് മാനസികമായിട്ട് നമ്മൾ ഈ സങ്കല്പം ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ തൃഷ്ടുപ്പ് മന്ത്രം ഭക്തിയോടുകൂടി കേട്ട് ഓരോ മന്ത്രവും നമ്മുടെ മനസ്സാകുന്ന ചുമന്ന പുഷ്പങ്ങൾ ഗുരുതിയിൽ മുക്കി ജപിച്ച് ഭഗവതിയുടെ പാദങ്ങളിൽ അർച്ചിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക. നമ്മൾ കണ്ണുകൾ അടച്ച് ഭക്തിപൂർവം ഭഗവതിയെ ധ്യാനിച്ച് മന്ത്രം കേട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ഓരോ മന്ത്രജപവും നമ്മൾ ഓരോ പുഷ്പങ്ങൾ ഭഗവതിയുടെ പാദങ്ങളിൽ അർച്ചിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. നിങ്ങളുടെ സങ്കല്പമാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനം. ഓരോ പൂവും ഗുരുതിയിൽ മുക്കി മന്ത്രം ജപിച്ച് അർച്ചന ചെയ്യുമ്പോൾ അത് ദേവിയുടെ പാദത്തിൽ തന്നെ വീഴുന്നതായി നല്ലതുപോലെ ഭാവന ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് വളരെ സാത്വികമായ ഒരു കർമ്മമാണ്. ഇതിലൂടെ ശത്രുവിൻ്റെ ശത്രുതാ മനോഭാവത്തെയാണ് നാം സംഹരിക്കുന്നത്, അല്ലാതെ ആ വ്യക്തിക്ക് യാതൊരുവിധ ദോഷവും വരാൻ വേണ്ടിയല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ ജപത്തിൻ്റെ കൂടെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാ ക്ഷേത്രത്തിലോ തൃഷ്ടുപ്പ് മന്ത്രം കൊണ്ട് നമ്മുടെ പേരിൽ അർച്ചന കഴിക്കുന്നതും വളരെ വിശേഷമാണ്. ഇതുകൊണ്ടും എത്ര കഠിനമായിട്ടുള്ള ശത്രുദോഷവും പതിയെ പതിയെ ഭഗവതിയുടെ കൃപയാൽ മാറിപ്പോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.